ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ എത്തിയിട്ട് വർഷങ്ങൾ ഏറെയായിരിക്കുന്നു. എന്നാൽ ഇതേവരേക്കും വൈദ്യുത വാഹന മേഖലയിലേക്ക് മാരുതി സുസുക്കി എന്തുകൊണ്ട് പ്രവേശിച്ചിട്ടില്ല എന്നത് ഒരു പ്രഹേളികയായി തോന്നിയിട്ടില്ലേ? മറ്റ് വാഹന ഭീമന്മാർ തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മഹീന്ദ്രയും ടാറ്റ മോട്ടോഴ്സും MGയും ഒക്കെ നിരത്തുകളിൽ വൈദ്യുത യുഗത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. നിങ്ങളിൽ പലരും ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾ ആവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് കാറുകൾ വിപണിയിലെത്താൻ മടിച്ചു നിൽക്കുന്നത്? മടിയൊന്നുമാവില്ല കാരണമെന്ന് മാരുതി സുസുക്കിയെ അറിയുന്നവർ ഉറപ്പിച്ചു പറയുന്നു. ശരിയാണ്, മാരുതിക്ക് മടിയാണെന്ന് പറയുന്നത് തെറ്റ് തന്നെയാവും. മാരുതിയുടെ അമാന്തം കണക്ക് കൂട്ടിയുള്ള ജാഗ്രതയുടെ പ്രതിഫലനമാണെന്ന് പറയുന്നതാവും ഉചിതം. ഇന്ത്യയിൽ ഏറെ ഉപഭോക്തൃ പ്രീതി നേടിയെടുത്ത മാരുതി സുസുക്കി വൈദ്യുത വാഹന വിപണിയിൽ എത്തില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, തങ്ങളുടെ ഈ വാഹന നിരയിൽ ആദ്യം എത്തുക വിതാര എന്ന SUV ആയിരിക്കും എന്ന സൂചനയും കമ്പനി നൽകിയിട്ടുണ്ട്. വിതാര SUVയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വമ്പൻ വാഹനവുമായി വൈദ്യുത വാഹന മേഖലയിലേക്ക് രംഗപ്രവേശനം ചെയ്യുമെന്ന് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ജാഗ്രതയോടെ മാത്രം ഓരോ ചുവടും വയ്ക്കുകയാണ് മാരുതി സുസുക്കി. എന്തായിരിക്കും ഈ ജാഗ്രതയോടെയുള്ള ചുവടുവയ്പ്പിന് പിന്നിലെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇലക്ട്രിക് വാഹന മേഖല ഇപ്പോഴും അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെ. അരങ്ങിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ രംഗപ്രവേശനം ചെയ്യാവൂ എന്ന് തന്നെ ആവണം മാരുതിയുടെ ചിന്ത. ഇന്ത്യയുടെ ഇതുവരെയുള്ള ഇലക്ട്രിക് വാഹന യാത്ര ദുഷ്കരമായിരുന്നു എന്ന പാഠം തള്ളിക്കളയാൻ കമ്പനി ഒരുക്കമല്ല. വിശ്വസനീയവും ഫലപ്രദവുമായ ചാർജിംഗ് സംവിധാനം ആദ്യം ഉറപ്പുവരുത്തുക എന്നത് കമ്പനി ആലോചിക്കുന്നുണ്ടാവും. രാജ്യവ്യാപകമായി ചാർജിംഗ് ശൃംഖല ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ വിതാര SUV പുറത്തിറങ്ങുന്നതിന് മുമ്പ് റേഞ്ച് സംബന്ധിച്ച ഉത്കണ്ഠ ഇല്ലാതാക്കാൻ മാരുതി ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തം. ഇത് ഉറപ്പാക്കാനായി എണ്ണ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒപ്പം ആഭ്യന്തര വിപണി പരീക്ഷിക്കുന്നതിന് മുമ്പ് കയറ്റുമതി കൂടി ഉൾപ്പെടുത്താനിടയുണ്ട് മാരുതി. വിതാരയുടെ പ്രാരംഭ ഉൽപ്പാദനത്തിൻ്റെ 20% മാത്രമേ ആഭ്യന്തരമായി വിൽക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളത് യൂറോപ്പിനും ജപ്പാനുമായാണ് നീക്കിവെച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. അവിടെ കർശനമായ എമിഷൻ മാനദണ്ഡങ്ങളും സർക്കാർ സബ്സിഡിയും മൂലം EV സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നു എന്നത് തന്നെ കാരണം. ഉയർന്ന വില, ചാർജിംഗ് സംവിധാനങ്ങളുടെ പോരായ്മ എന്നിവ നിലനിൽക്കുന്ന ഇന്ത്യൻ വിപണിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മാരുതിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. കയറ്റുമതിയൊക്കെ കഴിഞ്ഞ് വിതാര SUV ഇന്ത്യൻ നിരത്തുകളിലെത്തുമ്പോഴേക്കും ആഭ്യന്തര ആവാസ വ്യവസ്ഥ പക്വത പ്രാപിച്ചിരിക്കും എന്ന് മാരുതി പ്രതീക്ഷിക്കുന്നു. പ്രശ്നസഹജമായ ഒരു അരങ്ങേറ്റത്തെക്കാൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുറപ്പാക്കുന്ന ഒരു വിപണിയെയാണ് മാരുതി ഉറ്റുനോക്കുന്നത് എന്ന് വ്യക്തം. ശക്തമായ ഡീലർഷിപ്പ് ശൃംഖല, വിപണിയിലെത്തുന്ന വാഹനത്തെക്കുറിച്ച് നന്നായിട്ടുള്ള അവബോധമുള്ള വിപണന ഉദ്യോഗസ്ഥർ, ആയാസരഹിതവും കർമ്മശേഷിയുമുള്ള ചാർജിംഗ് പോയിന്റുകൾ, ഒപ്പം മികവിൻ്റെ പര്യായങ്ങളായ സർവീസ് സെൻ്ററുകൾ എന്നിവ ഉൾപ്പെടെ മാരുതി സജ്ജമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇവയെല്ലാം മികച്ച രീതിയിൽ സജ്ജീകരിച്ച ശേഷം മാത്രം മതി തങ്ങളുടെ വൈദ്യുത വാഹന മേഖല രംഗപ്രവേശം എന്ന് മാരുതി കരുതുന്നു. മറ്റ് വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് കാർ വിപണിയിൽ ഇറങ്ങിയ ശേഷവും മാരുതി സ്വയം അമാന്തം കാട്ടുന്നത് ഒരു പോരായ്മയായി കാണേണ്ടതില്ല എന്ന് വ്യക്തം. ആദ്യ കാറായ വിതാര എത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലായേക്കും. നമുക്ക് കാത്തിരിക്കാം.